ഹായ്, ഞാൻ ചിത്ര. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഭാനുചിത്ര. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ആണ്. നമുക്ക് പല ടൈപ്പ് പുഡിംഗ് ചെയ്യാൻ പറ്റും. കോക്കനട്ട് മിൽക്ക് കൊണ്ട് ഒന്നുകിൽ ജലാറ്റിൻ കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റീം ചെയ്ത് ചെയ്യാം. ഞാനിത് ബേക്ക് ചെയ്തിട്ടുള്ള ടൈപ്പ് പുഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: കോക്കനട്ട് മിൽക്ക് 2 കപ്പ്. ഞാൻ നല്ല തിക്ക് കോക്കനട്ട് മിൽക്കാണ് എടുത്തേക്കുന്നത്. 6 മുട്ട, 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, 1/4 കപ്പ് സാധാരണ പശുവിൻ്റെ പാല്, 1/2 കപ്പ് പൗഡർ ഷുഗർ, ഒരു 14 ഔൺസിൻ്റെ ക്യാനാണ് ഞാൻ കണ്ടൻസ് മിൽക്ക് എടുത്തേക്കുന്നത്. അത് മുഴുവൻ വേണം. പിന്നെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ടും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും. നമുക്ക് ആദ്യം മുട്ട പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇതിന് എഗ്ഗിൻ്റെ വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒന്നിച്ച് ചെയ്താൽ മതി. എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണിത്. നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറ് വരുന്നത് ഒരു പെയിൽ യെല്ലോ കളറ് വരുന്ന വരെ നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ കളറ് മാറി ചെറിയ പെയിൽ കളറായി, യെല്ലോ ലൈറ്റ് പെയിൽ കളറായി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വാനില എസൻസ് ചേർക്കാം. ബീറ്റ് ചെയ്യാം. ഇനി പൗഡർഡ് ഷുഗർ, കൂടി ബീറ്റ് ചെയ്യാം. ഇതിനകത്തേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കാം. നമുക്ക് മധുരം എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ക്യാൻ എടുത്തു. നല്ല മധുരമാണ് എണ്ണ ഉണ്ടാവുക. നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് കണ്ടൻസ് മിൽക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കുഴപ്പമില്ല. ഞാൻ ഒന്നുകൂടി ബീറ്റ് ചെയ്യാൻ പോവാണ്. ഇതിനകത്തേക്ക് പാലും കൂടി ചേർക്കുകയാണ് ഞാൻ. ഇതിനകത്ത് ഇനി ബാക്കിയുള്ളത് കോക്കനട്ട് മിൽക്ക്, അതുകൂടി ചേർക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് സീവി കൂടി നമുക്ക് മാറ്റിയിട്ട് വേറെ ബൗളിലേക്ക് ആക്കാം. കാരണം ചിലപ്പോൾ അതിനകത്ത് മുട്ടയുടെ ചിലപ്പോൾ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസോ എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടകളുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണത്. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം.
അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത സാധനം ഞാൻ ഈ സീവിനകത്തേക്ക് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇതിനെ ബേക്കിംഗ് ട്രേയിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ബേക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഒരു ബേക്കിംഗ് ട്രേ തന്നെ ഞാൻ അതിനകത്ത് ഒരു അര ഭാഗത്തോളം ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ വേറൊരു ബേക്കിംഗ് ട്രേ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഇതിനകത്തേക്ക് ഞാൻ ഒഴിക്കും. എന്നിട്ട് ഇതെടുത്ത് ഇതിനകത്തേക്ക് വയ്ക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ബേക്കിംഗ് ട്രേയിൽ ബട്ടർ കൊണ്ട് ലൈൻ ചെയ്യാൻ പോവുകയാണ്. ഡീമോൾഡ് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ബട്ടർ ചേർക്കുന്നത്. ബട്ടർ ഇതിൻ്റെ മുകളിൽ ചെയ്യുന്നത്, ലൈൻ ചെയ്യുന്നത്. ഈ മിക്സ്ചറിനെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇനി ഇതിനകത്തേക്ക് എടുത്ത് വയ്ക്കാം. ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്യാം. നമുക്കിത് സ്റ്റീം ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ ജലാറ്റിൻ ചേർക്കുവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് തന്നെ ജലാറ്റിൻ ചേർത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ സെറ്റാവും. ഇതിപ്പോൾ ഞാനിതിനെ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരു 1 അവറോളം നമുക്കിതിനെ ബേക്ക് ചെയ്യാൻ വയ്ക്കണം. ഞാനിപ്പോൾ ബേക്ക് ചെയ്യാൻ വയ്ക്കണത് കാണിച്ചു തരാം. ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത് 350 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. നമുക്കൊരു 1 മണിക്കൂറോളം നമുക്ക് ബേക്ക് ചെയ്യേണ്ടി വരും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ട്രെയിനകത്ത് വെള്ളം ഒഴിച്ച് വേറൊരു ട്രെയിനകത്താണ് ഞാൻ പുഡിങ്ങിൻ്റെ മിക്സ് വെച്ചേക്കുന്നത്. ഞാനിപ്പോൾ ഒരു തുള്ളിലേക്ക് വയ്ക്കാൻ പോവുകയാണ്. ഇത് ബേക്ക് ചെയ്തു എന്ന് അറിയുന്നത് നമ്മൾ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ഇളകുന്നുണ്ടാവും. അപ്പോൾ ബേക്ക് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ടു 1 അവർ എടുക്കും എന്തായാലും ഇത് ബേക്ക് ആവാൻ. നമുക്ക് ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. 45 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ പുഡിംഗ് ബേക്ക് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ ഡീമോൾഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇതിന് ആറി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതിനെ പുറത്തേക്ക് വയ്ക്കണം. വെള്ളത്തിൻ്റെ പുറത്തേക്ക് വച്ചിട്ട് ഒരു നന്നായിട്ട് ആറി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഡീമോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിനെ. പുഡിംഗ് ഫ്രീസറിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ടോപ്പിംഗ് ശരിയാക്കാം. അതിന് ഞാനൊരു ഫ്രൈങ് പാൻ വച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കോക്കനട്ട് ഇടാൻ പോവാണ്. അതിനകത്തേക്ക് ബാക്കി ഷുഗറൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാം. എൻ്റെ പുഡിങ്ങിന് അത്യാവശ്യം മധുരം ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ പഞ്ചസാര. ഇത് നമുക്ക് ഒന്നിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പഞ്ചസാര ക്യാരമലൈസ് ആവുകയും ചെയ്യും, കോക്കനട്ട് ചെറിയ ബ്രൗൺ കളറാവും. അപ്പോൾ നമ്മൾ പുഡിങ്ങിൻ്റെ മുകളിൽ ടോപ്പിംഗ് ആയിട്ട് ഇടുമ്പോൾ ഇതൊരു ക്രഞ്ചി ടേസ്റ്റ് വരും പുഡിങ്ങിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ടോപ്പിംഗ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിതൊന്ന് ബ്രൗൺ ആക്കി എടുക്കാം.
ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത്രയും ബ്രൗൺ ആയി. കുറച്ചുകൂടി ഒന്ന് എല്ലാം ഈവനായിട്ട് ബ്രൗൺ ആവണം. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ആറി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുകളിൽ ഇടേണ്ടത്. ഓഫ് ചെയ്യാം. ഇത്ര മതി. അടുപ്പിൽ നിന്ന് മാറ്റാം ഞാൻ. കൂടുതൽ ബ്രൗൺ ആവണ്ട, അല്ലെങ്കിൽ കരിഞ്ഞ ടേസ്റ്റ് നമുക്ക് വരും. ഇത്ര ആയാൽ മതി. ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് നിർത്താം. ഇനി നമുക്ക് മറ്റേ തണുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഡിമോൾഡ് ചെയ്തതിന് ശേഷം ഇത് മുകളിൽ വെതറി കൊടുക്കാം. അപ്പോൾ പുഡിങ് ഞാനൊരു ഹാഫ് ആൻ അവർ എനിക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇത് തന്നെയാണ് സെർവ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഡീമോൾഡ് ചെയ്യുന്നില്ല. നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. ഒരു 1 to 2 hours നമുക്ക് ഫ്രിഡ്ജിനകത്ത് വച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കമത്തിയിട്ടിട്ട് ഒരു നല്ല പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഡീമോൾഡ് ചെയ്യാം. എന്നിട്ട് ടോപ്പിംഗ് ഇട്ടാലും മതി. ഞാനിപ്പോൾ ഇത് തന്നെയാണ് സെർവ് ചെയ്യണത്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ ടോപ്പിംഗ് ഇടുകയാണ്. എന്നിട്ട് ഞാനൊരു പീസ് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എൻ്റെ ലെയർ എങ്ങനെ ഇരിക്കുമെന്ന്. ഞാൻ നേരത്തെ ചെയ്ത് വെച്ച ടോപ്പിംഗ് ഇതിൻ്റെ മുകളിൽ വെതറാണ്. ഒരു പീസ് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.